ഗാർഡനിലോട്ട് വരുന്ന തീവണ്ടി, അതായിരിക്കാം ഇതിന്റെ കൺസെപ്റ്റ്. കാറുടെ മേലെ ഒരു ബോർഡ് കണ്ടു, MWL. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചില്ലോഗ്സ്. ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് മലമ്പുഴ ഡാമിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ മലമ്പുഴ എത്തി. ഇപ്പം ഞാൻ നിൽക്കുന്നത് മലമ്പുഴ ഗാർഡന്റെ ഫ്രണ്ടിലാണ്. രാവിലെ ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ നന്നായി വിശക്കാൻ തുടങ്ങി. അപ്പം ഇപ്പം ഞങ്ങൾ ഉള്ളിലോട്ട് കയറുന്നില്ല, നല്ലൊരു ഫുഡ് സ്പോട്ട് തേടി പോവാണ്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ എപ്പോൾ ഹോട്ടലിൽ കയറിയാലും എനിക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, റോസ്റ്റ് കൂടെ ഉഴുന്നുവടയും ചായയും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും ഗാർഡനിലോട്ട് പോവാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ പോരായിരുന്നു. റോസ്റ്റാണ് പറഞ്ഞെങ്കിലും അത് ദോശ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വിശന്നുകൊണ്ട് ഒന്നും നോക്കിയില്ല, എല്ലാം കഴിച്ചു. ഇന്ന് ഞങ്ങളിവിടെ വന്ന ദിവസം നല്ല തിരക്കുണ്ട്. പിന്നെ ഗാർഡനിലോട്ട് കയറുമ്പോൾ തന്നെ സൈഡിൽ ഇതുപോലെ കുറേ ഷോപ്സ് ഉണ്ട്. ഗാർഡൻ്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം ടിക്കറ്റ് എടുക്കണം. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ടായ ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അങ്ങനെ 30 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കയറി നോക്കാം. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു, എൻട്രൻസ് വഴി കയറി പോവാണ്. ഇവിടെ കയറിയതും ആദ്യം നമ്മൾ കാണുന്നത് ഈ ഗാർഡനാണ്. മഞ്ഞയും ഓറഞ്ചും കളറുള്ള ചെണ്ടുമല്ലിയും ജമന്തിയും ഒക്കെ നല്ല ഭംഗിയായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഇവർ പുതിയ എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു ആനൻ്റെ സ്റ്റാച്ചു ആണ് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആന തുമ്പിക്കൈയിലൂടെ വെള്ളം ഈ പൂക്കളിലോട്ടൊക്കെ ചീറ്റുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കാം ഇനി വരാൻ പോകുന്നത്. അറിയില്ല, എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഇവിടെ പല വെറൈറ്റിയിലുള്ള ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ ആ പൂക്കളുടെയൊക്കെ ഭംഗി ആസ്വദിച്ച് അതിന് ചുറ്റും നമുക്ക് ഇങ്ങനെ നടക്കാം. ഇവിടെ ഈ പൂക്കൾക്ക് നടുവിലൂടെ ഒരു പാലവും മലമ്പുഴ എന്നുള്ള ബോർഡും അതിനപ്പുറത്തൊരു തീവണ്ടിയും കാണാം. ഈ തീവണ്ടി ഓടുന്ന പരുവത്തിലല്ല ഉള്ളത്, മലമ്പുഴ ഗാർഡനിലോട്ട് വരുന്ന തീവണ്ടി, അതായിരിക്കാം ഇതിൻ്റെ കൺസെപ്റ്റ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നടന്നു. ഇതുപോലെയുള്ള ഡയറക്ഷൻ ബോർഡ്സ് ഓരോ സ്ഥലത്തും കാണാം. ഇത് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഡയറക്ഷൻ ബോർഡ്സ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. സ്നാക്സും ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഞാനൊരു മാംഗോ ഐസ്ക്രീം മേടിച്ചു. അതിരുന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള സ്പോട്ടും എനിക്ക് കിട്ടി. ഇവിടെ ഫ്ലവേഴ്സ് മാത്രമല്ല, ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിർമ്മിതികളും സ്റ്റാച്യൂസും ഒക്കെ നമ്മൾ പോകുന്ന വഴികളിലായിട്ടുണ്ട്. നമ്മൾ താഴെ കൂടെ നടന്നു പോകുമ്പോൾ ഈ ഗാർഡന്റെ മൊത്തം ടോപ്പ് വ്യൂ കണ്ടുകൊണ്ട് റോപ്പ് വേയിലൂടെ പോകുന്നവരെ നമുക്ക് കാണാം. ഈ കാണുന്ന ഗാർഡൻ മൊത്തം നടന്ന് ചുറ്റി കാണാൻ വയ്യാത്തവർക്ക് റോപ്പ് വേ വളരെ ഹെൽപ്ഫുൾ ആണ്. ആ കാണുന്നതൊക്കെ പൂൾസ് ആണ്. നല്ല വാട്ടർ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇങ്ങനെയുള്ള പൂൾസിൽ കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അവരിതിൽ ഏതിലും വെള്ളം നിറച്ചിട്ടില്ല, എന്താണെന്നറിയില്ല. ആ കാണുന്നത് കാളിയമർദ്ദന സ്റ്റാച്ചു ആണ്. ഇവിടെയും വെള്ളം ഉണ്ടാവേണ്ടതാണ്, പക്ഷെ ഇപ്പൊ വെള്ളമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന സൂര്യകാന്തി തോട്ടം കാണാം.
ഇപ്പം ഈ കാണുന്ന കാഴ്ച ഒരു രക്ഷയുമില്ല, അടിപൊളിയാണ്. ഡാമിലെ വെള്ളം നല്ല ഫോഴ്സിൽ ഒഴുകി പോകുന്നതാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ അവർക്ക് എങ്ങനെ തോന്നി, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും പൊക്കത്തിൽ കെട്ടിപ്പൊക്കിയവരൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് പോകും. അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഡെയിലി ലൈഫിൽ ആയാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങളാണ്. ഈ നീളത്തിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ് ഡാം. ഇനി നമ്മൾ പോകുന്നത് ഈ ഡാം ടോപ്പിലേക്കാണ്. മലമ്പുഴ ഡാമിന് 4 ഷട്ടറാണ് ഉള്ളത്. മഴക്കാലത്ത് തുറന്നു വിടുന്നതൊക്കെ ഈ ഷട്ടറുകളായിരിക്കും. ഇനി നമ്മൾ പോകുന്നത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെയാണ്. നടക്കുമ്പോൾ ചെറുതായിട്ടൊരു ആട്ടം ഉണ്ട്. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിന്റെ അപ്പുറം എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നീങ്ങി പിന്നെ എത്തുന്നത് ഈ ഒരു യക്ഷി സ്റ്റാറ്റുവിന്റെ അടുത്തേക്കാണ്. അവിടെ നിന്ന് പിന്നെ നേരെ പോയാൽ എത്തുന്നത് ഈ ഒരു ബോട്ടിംഗ് ഏരിയയിലേക്കാണ്. ബോട്ടിൽ കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇവരൊക്കെ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡാം ടോപ്പിൽ കയറാനാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കും ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇതെൻ്റെ ഇന്നത്തെ 2ാമത്തെ ഐസ്ക്രീമാണ്. ഈ കാണുന്ന സ്റ്റെപ്സ് ഒക്കെ കയറി വേണം മേലെ എത്താൻ. അങ്ങനെ ആ സ്റ്റെപ്സ് എല്ലാം കയറി മേലെ എത്തുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. ഒരു നീലസാഗരം. ഇതാണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന മലമ്പുഴ ഡാം. ആ പാറയുടെ മേലെ ഒരു ബോർഡ് കണ്ടു. MWL, മാക്സിമം വാട്ടർ ലെവൽ എന്നാണ് അതിനെ പറയുക. MWLന് മുകളിലോട്ട് വെള്ളം ആവുമ്പോഴാണ് ഈ ഡാമിന്റെ മാക്സിമം സംഭരണ ശേഷിയിൽ അധികം ആവുന്നത്. അപ്പോഴായിരിക്കും ഈ ഡാമിന്റെ ഷട്ടർ തുറന്നുവിടുന്നത്. ഡാം ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഡാമിലെ വെള്ളവും ഓപ്പോസിറ്റ് സൈഡിൽ നല്ല അടിപൊളി ഗാർഡൻ വ്യൂവും കിട്ടും. നമ്മൾ കയറിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ് അവിടെ കാണുന്നത്. പിന്നെ ഗാർഡന്റെ ഭംഗി അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഡാം ടോപ്പിൽ നിന്നിട്ടാണ്. ആ ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷേപ്പും എല്ലാം കൃത്യമായിട്ട് നമുക്കിവിടെ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഈ ഡാമിന്റെ മേലെ കൂടെ നമ്മൾ മുന്നോട്ട് നടക്കും തോറും ഗാർഡന്റെ ഫേസ് ടു ഫേസ് ആയിട്ട് വരും. അപ്പം കിട്ടുന്ന വ്യൂ ഒരു രക്ഷയുമില്ല. ഇവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും.
മുന്നോട്ട് നടക്കുമ്പോൾ ദേ ആ ഒരു ബിൽഡിംഗ് കണ്ടു, അതിൽ വാനനിരീക്ഷണ കേന്ദ്രം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഈ വാനനിരീക്ഷണ കേന്ദ്രത്തിന് അപ്പുറത്തായിട്ടൊരു ബിൽഡിംഗ് കൂടിയുണ്ട്. ഫോട്ടോ ഗാലറി ആണത്. അവിടെ ഈ ഡാം പണിത് തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഫോട്ടോസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോട്ടോ ഗാലറി കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ നമ്മൾ ഡാം ടോപ്പിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് ഈ അടിപൊളി കൺസ്ട്രക്ഷൻ ആണ്. മെമ്മറി പില്ലർ എന്നാണ് ഇതിന്റെ പേര്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹിസ്റ്റോറിക് ഫിലിംസിന്റെ പാട്ട് സീനിലൊക്കെ കാണുന്ന ആ ഒരു സെറ്റപ്പാണ്. ഫോട്ടോസൊക്കെ എടുക്കുവാനായിട്ട് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇത്. ഈ കാണുന്ന റോപ്പ് വേയുടെയൊക്കെ ഉത്ഭവം ദാ ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ഇനി നമ്മൾ നേരെ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ്. ഇതുവരെ നമ്മൾ കണ്ടത് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതാണെങ്കിൽ ഇനി കാണുന്നത് കുട്ടികളുടെ ഒരു ലോകമാണ്. ഇവിടെയും ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു ഋഷി മരത്തിന് താഴെ തപസ്സിരിക്കുന്ന സ്റ്റാച്ചു ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഗാർഡൻ വഴി തന്നെ വേണം പോവാൻ. ഇപ്പം സമയം 3:30 ആയിട്ടുണ്ട്. ഇപ്പോഴും കുറേ ആൾക്കാർ വരുന്നത് കാണാം. ഡാമിൻ്റെ ഈവനിങ് വൈബ് ആസ്വദിക്കാൻ വരുന്നവരാണ് അവരൊക്കെ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മലമ്പുഴ ഡാമിനോട് ഇല്ലെങ്കിൽ മലമ്പുഴ ഗാർഡനോട് നമ്മൾ ഇന്നത്തേക്ക് വിട പറയുവാണ്. പക്ഷേ നമ്മുടെ കാഴ്ചകൾ ഇവിടെ തീർന്നിട്ടില്ല. നമ്മൾ അടുത്തൊരു സ്ഥലത്തൂടെ പോകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.